ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഫുഡ് കെമിസ്ട്രിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റെഡ് കളർ ഓഫ് വീറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ് പിഗ്മെന്റ്. ബീറ്റ്റൂട്ട് അല്ലേ? ബീറ്റ്റൂട്ടിന്റെ കാര്യമാണ്. ബീറ്റ്റൂട്ടിന്റെ ആ റെഡ് കളർ വരാനുള്ള റീസൺ ഏത് പിഗ്മെന്റിന്റെ പ്രസൻസ് ആണ് എന്നുള്ളതാണ്. ഏതായിരിക്കും വരിക? കുർക്കുമയും വരുന്നത് യെല്ലോ ആണ്. നമ്മളെ മഞ്ഞളില്ലേ, മഞ്ഞളിലൊക്കെ വരുന്നതാണ് കുർക്കുമ. പിന്നെ ബീറ്റ കരോട്ടിൻ ഏതിലാ വരിക? ബീറ്റ കരോട്ടിൻ ക്യാരറ്റിൽ വരുന്നതാണ്. ഓറഞ്ച് ആണ് ബീറ്റ കരോട്ടിൻ. ഇനി പിന്നെ വരുന്നത് ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് അത് റെഡ് ആണ്. റെഡ് പിങ്ക് ആ ഒരു കളറാണ്. അത് വരുന്നത് നമ്മളുടെ ടൊമാറ്റോയില്, അതുപോലെ പപ്പായ, ഇത് രണ്ടിലാണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പിഗ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മളെ ബീറ്റ്റൂട്ടിൽ വരുന്നത് ബെറ്റാലൈൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ബീറ്റ സയനിനും അതുപോലെ ബീറ്റ സാന്തീനും. അങ്ങനെ രണ്ട് എന്താ പറയാ, രണ്ട് ടൈപ്പ് ബീറ്റാലൈൻ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇതിനൊരു റെഡ് വയലറ്റ് കളർ ആയിരിക്കും. ബീറ്റ സയനിൻ ആണെങ്കിൽ ഒരു റെഡ് വയലറ്റ്. ബീറ്റ്റൂട്ടിന്റെ കളർ അങ്ങനെയല്ലേ വരുന്നത്? റെഡിന്റെ വയലറ്റിന്റെ ഇടയ്ക്കുള്ള ഒരു കളർ അല്ലേ. പിന്നെ ബീറ്റ സാന്തീൻ ആണെങ്കിൽ ഒരു യെല്ലോ ഓറഞ്ച് കളർ ആയിരിക്കും. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അതുപോലെ ഈ 4 ഏതാണ് കളർ എന്ന് ഓർത്ത് വെക്കുക. കുർക്കുമിൻ പിന്നെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറയുന്നതാണ്, മഞ്ഞളിലുള്ള കളറാണെന്നുള്ളത്. ബാക്കിയുള്ളത് ഓർത്ത് വെക്കുക. ലൈക്കോപ്പീൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ 4 ആണ് നമ്മളുടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഫുഡ് ഡ്രിങ്ക് മേ കണ്ടെയ്ൻ ആഡഡ് കഫീൻ. ഏതിലാണ് ആഡഡ് കഫീൻ ഉള്ളത്? ടീ, കോഫി, ചിക്കറി, എനർജി ഡ്രിങ്ക്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോ ഈ കഫീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നാച്ചുറൽ ആയിട്ടുള്ളത് കോഫിയിലാണ്. കോഫി ബീൻസ് എന്നാണ് നമ്മളുടെ കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. അതിൽ കഫീൻ അതിലുള്ളതാണ്. അപ്പൊ നമ്മൾ ആഡഡ് കഫീൻ എന്നാ പറയുന്നത്. അതായത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന കഫീൻ വരുന്നത് ഇതിലാണ്, എനർജി ഡ്രിങ്കിലാണ് വരുന്നത്. ടീയിലും കോഫിയിലും ഒക്കെ കഫീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആ ഒരു കണ്ടന്റ് അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇപ്പൊ ടീ ലീഫിലാണെങ്കിലും കോഫി ബീൻസിലാണെങ്കിലും ഒക്കെ ആ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമ്മൾ ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഹെർബൽ ടീ എന്നൊക്കെ പറയാറില്ലേ, അതില് ബ്ലാക്ക് ടീയിലായിരിക്കും കഫീന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഗ്രീൻ ടീയില് കുറച്ചുണ്ടായിരിക്കും. ഹെർബൽ ടീയിലാണെന്നുണ്ടെങ്കിൽ കഫീൻ 0 ആയിരിക്കും. അതൊന്നും ഓർത്ത് വയ്ക്കാം. ഹെർബൽ ടീ എന്ന് കേട്ടിട്ടില്ലേ? അതില് കഫീന്റെ കണ്ടന്റ് 0, കഫീൻ 0% ആയിരിക്കും. നമുക്കറിയാലോ, ഈ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും, ഈ ചായ കുടിക്കുമ്പോ സാധാരണ നമ്മൾ ചായയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ എന്താണെങ്കിലും അത് കുടിക്കുമ്പോ നമുക്കൊരു എനർജി കിട്ടുമല്ലോ. പക്ഷെ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അതുണ്ടാവില്ല. അത് വേറെ എന്തോ ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുക. അതിന് കാരണം അതില് കഫീന്റെ കണ്ടന്റ് കുറവാണ് എന്നുള്ളതാണ്. ഹെർബൽ ടീ ആണെന്നുണ്ടെങ്കിൽ അതിൽ കഫീന്റെ കണ്ടന്റ് 0 ആണ്. അപ്പൊ ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. ബ്ലാക്ക് ടീയിൽ നല്ല കൂടുതൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒരു കപ്പ് എടുക്കുന്ന സമയത്ത് കേട്ടോ, ഇപ്പൊ ഒരു കപ്പ് ബ്ലാക്ക് ടീ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് എനർജി ഡ്രിങ്കിലാണ് ആഡഡ് കഫീൻ ഉണ്ടാവുക. ടീയും കോഫിയും ഒക്കെ എന്താണ്, കഫീന്റെ നാച്ചുറൽ സോഴ്സ് ആണ്. അടുത്തത് 4% അസറ്റിക് ആസിഡ് കൊമേഴ്സ്യലി നോൺ ആസ്. ഇത് അറിയുന്നുണ്ടാവുമല്ലോ, നമ്മള് വിനാഗിരി എന്ന് പറയുന്ന സാധനമല്ലേ, ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിക്കുന്നത് തന്നെ 4% അസറ്റിക് ആസിഡ് ആണ്. ഇനി ബ്രൈൻ എന്ന് പറയുന്നത് ഏതാണ്? ബ്രൈൻ സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഒരു സാൾട്ട് സൊല്യൂഷൻ. നമ്മൾ സാധാരണ സാൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ് എടുക്കുന്നത്. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാൾട്ട് സൊല്യൂഷനെയാണ് നമ്മള് എന്ത് പറയുന്നത്, ബ്രൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രൈൻ സൊല്യൂഷൻ നമ്മൾ ഉപ്പുമാങ്ങ ഒക്കെ ഉണ്ടാക്കില്ലേ, അതായത് പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉപ്പിലിട്ട് വെക്കാനൊക്കെ എടുക്കുമല്ലോ നമ്മൾ. അപ്പൊ അതിനൊക്കെ നമ്മൾ ബ്രൈൻ എന്നാണ് പറയുന്നത്. ഒരു സാൾട്ടിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, വാട്ടറിലുള്ള ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ പറയാം. അപ്പൊ ബ്രൈൻ ആൻസർ 2 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു FSSA റൂൾസ് ക്ലാസ് 2 പ്രിസർവേറ്റീവ് ഇൻക്ലൂഡ്സ്.
അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പ്രിസർവേറ്റീവ്സിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലാസ് 1 ഉണ്ട്, അതുപോലെ ക്ലാസ് 2 ഉണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കാം. ക്ലാസ് 1 എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാ വരാം? നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരാം? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പ്രിസർവേറ്റീവ് ആയിട്ട് എന്തൊക്കെയാ യൂസ് ചെയ്യാം? സാൾട്ട് പറ്റില്ലേ? സാൾട്ട് പറ്റും, അതുപോലെ ഷുഗർ പറ്റും, പിന്നെ നമ്മളുടെ അസറ്റിക് ആസിഡ് അപ്പൊ ക്ലാസ് 1 കേട്ടോ വരിക. നാച്ചുറൽ പ്രിസർവേറ്റീവ് എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ വരുന്നത് ഓയിൽ, എഡിബിൾ ആയിട്ടുള്ള ഓയിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഹണി, തേനും നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡെക്സ്ട്രോസ്. അപ്പൊ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവിനൊക്കെ നമ്മൾ ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്നാണ് പറയാം. അപ്പൊ ക്ലാസ് 2 എന്തായിരിക്കും? ക്ലാസ് 2 എന്താന്ന് പറയാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനാച്ചുറൽ, ആ ടേം യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ തന്നെയാണ് പറയാറുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവിനെയാണ് നമ്മൾ ക്ലാസ് 2 എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ പ്രിസർവേറ്റീവ്സ് പഠിച്ചത് എക്സാമ്പിൾ ഏതൊക്കെയാ? ബെൻസോയിക് ആസിഡ്, അതിന്റെ സാൾട്ട്, അതുപോലെ സോർബിക് ആസിഡ്, ഓർഗാനിക് ആസിഡ്സ് കുറച്ചുണ്ട്, സോർബിക് ആസിഡ് ഉണ്ട്, പിന്നെ പ്രൊപ്യോനേറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, പ്രൊപ്പനോയേറ്റ്സ് ഒക്കെ നമുക്ക് സാൾട്ട് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ വേറൊരാൾ വരുന്നത് നൈസിൻ. അപ്പൊ ഈ ഒരു പേര് ഓർത്ത് വയ്ക്കുക, നൈസിൻ. ബാക്കിയൊക്കെ ഓർഗാനിക് ആസിഡ്സ് ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ എസ്റ്ററിന്റെ സാൾട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ നൈസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ക്ലാസ് 2 പ്രിസർവേറ്റീവിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ്, അസറ്റിക് ആസിഡ് ഒക്കെ ക്ലാസ് 1 പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു ഇത് ഓർത്ത് വെക്കണം. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്, ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ കളർ? നാച്ചുറൽ കളർ അല്ലാത്തത് ഏതാണ്? സൺസെറ്റ്. സൺസെറ്റല്ലോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കളറാണ്. ബാക്കി മൂന്നും നാച്ചുറൽ കളറിലാണ് വരുന്നത്. അടുത്തത്, സൾഫർ ഡയോക്സൈഡ് കനോട്ട് ബി യൂസ്ഡ് ടു പ്രിസർവ് നാച്ചുറലി കളർഡ് ജ്യൂസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ്. എന്തുകൊണ്ടാണ് സൾഫർ ഡയോക്സൈഡ് നമുക്ക് കളേർഡ് ആയിട്ടുള്ള ജ്യൂസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ബ്ലീച്ചിങ് ആക്ഷൻ. അതിനെന്തുണ്ട്? ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട്. അപ്പോ ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? അത് കളറിനെ ചിലപ്പോ റിമൂവ് ചെയ്യും, ഡീകളറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കളേർഡ് ആയിട്ടുള്ള ജ്യൂസിനെ, നമുക്ക് ഒരു ചുവപ്പ് കളറുള്ള ഒരു ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളുടെ സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക? അത് കേടുവന്നു പോവില്ല, പക്ഷെ അവിടെ എന്തുണ്ടാവും? അതിന്റെ കളറ് മാറിപ്പോകും. അപ്പൊ ബ്ലീച്ചിങ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ സൾഫർ ഡയോക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ പ്രിസർവേറ്റീവ് ആയിട്ട്, കളേർഡ് ജ്യൂസിൽ നമുക്ക് അവിടെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേറെന്താന്നുള്ളത്? H2S ചിലപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, H2S SO2 ചിലപ്പോൾ ചില ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ H2S പ്രൊഡ്യൂസ് ചെയ്യും. H2S പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ അവിടെ അത് കേടായി പോകും, സ്മെല്ല് വരും, അത് കേടായി. അടുത്തത്, സൾഫോണോമൈഡ്സ് ആർ പെർമിറ്റഡ്. ഏത് ടൈപ്പ് പ്രൊഡക്റ്റിലാണ് സൾഫോണോമൈഡ് പെർമിറ്റഡ് ആയിട്ടുള്ളത്? മറൈൻ പ്രൊഡക്ട്സ്. മറൈൻ പ്രൊഡക്ട്സിലാണ് നമ്മൾ സൾഫോണോമൈഡ്സിനെ യൂസ് ചെയ്യുന്നത്. ഒന്നാണ് ആൻസർ 1. അടുത്തത്, ഷുഗർ ആൻഡ് സാൾട്ട് ആക്ട് ആസ് പ്രിസർവേറ്റീവ്സ് ബൈ. ഷുഗറിനെയും സാൾട്ടിനെയും നമ്മൾ എന്ത് ആക്ഷൻ വെച്ചിട്ടാണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? killing microorganism directly, increasing the acid content of food, increasing the water content of food, binding water so it is not available for microorganisms. 4 ആണ്. നമ്മള് ഇതിൽ വേറെ ഏതോ ഒരു ഓസ്മോസിസോ റിവേഴ്സ് ഓസ്മോസിസോ ഏതോന്ന് വെച്ചിട്ട് ഇത് പറയാറില്ലേ?
അതായത് വാട്ടർ അതിന് അവൈലബിൾ ആയില്ല. മൈക്രോ ഓർഗാനിസത്തിന്റെ ഉള്ളിലുള്ള വാട്ടർ എങ്ങോട്ട് വരും? പുറത്തേക്ക് വരും. പുറത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതിന്റെ അകത്ത് കോൺസെൻട്രേഷൻ മീൻസ് സാൾട്ടിന്റെ. ഇപ്പൊ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വെച്ചാല് അവിടെ ഡീഹൈഡ്രേഷൻ വന്നിട്ടായിരിക്കും നമ്മുടെ മൈക്രോ ഓർഗാനിസം കില്ലായിട്ട് പോകുന്നത്. അതിന് വാട്ടർ അവൈലബിൾ അല്ലാത്തൊരവസ്ഥയാണ് ഷുഗറും സാൾട്ടും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഷുഗറിനെ സാൾട്ടിനൊക്കെ നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓപ്ഷൻ 4 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അടുത്തത്, വാട്ട് ഈസ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ? Additives added in the raw materials are not present in the final products. Antioxidant added to oil is present in all oil-based products made from it. All of the mentioned, none of the mentioned. Option B. B ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓയിൽ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. ആന്റി ഓക്സിഡന്റ് എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്? ഒരു പ്രിസർവേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ട്, ഓക്സിഡേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പല സബ്സ്റ്റൻസും കേടുവന്നു പോകുന്നത് അതിൽ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഓക്സിഡേഷന് തടയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തായിരുന്നു? 2 മെയിൻ ആയിട്ട് പഠിച്ചേതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ് ആന്റി ഓക്സിഡന്റിന് എക്സാമ്പിൾ? BHAയും BHT. അപ്പൊ അത് ഒരു ഓയിലിലേക്ക് നമ്മൾ BHAയോ BHTയോ എന്തെങ്കിലും ഒരു ആന്റി ഓക്സിഡന്റോ ആഡ് ചെയ്തു, എന്നിട്ട് ആ ഓയിൽ വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി. അപ്പോഴും അങ്ങനെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ആ ആന്റി ഓക്സിഡന്റ് എന്ത് ചെയ്യും? അതിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ആ ഒരു ഓയിലിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ആഡ് ചെയ്ത ആന്റി ഓക്സിഡന്റ് പിന്നെ നമ്മള് എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും, ആ ഓയിൽ കൊണ്ട് എന്തുണ്ടാക്കി കഴിഞ്ഞാലും അതിൽ ആ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ടാവും എന്നുള്ളതാണ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത്, വാട്ട് ആർ sequestrants? They are added to keep the food stable, form a complex ion with metal like copper ion etc. Added for color, they keep the food oxidized. Sequestrants എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ sequestrants എന്ന് പറയുന്നത് നമ്മളുടെ ഫുഡിന്റെ കണ്ടെയ്നർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും? അതിൽ FeO, CuO പോലെയുള്ള മെറ്റൽസ് പ്രസന്റ് ആയിരിക്കും. ഈ മെറ്റൽസ് എന്ത് ചെയ്യും? ചിലപ്പോ ഓക്സിഡേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ഈ സെക്വസ്ട്രൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ എൻകാപ്സുലേറ്റ് ചെയ്യും, ഇങ്ങനെ കോംപ്ലക്സ് ഫോമിലേക്ക് അതിനെ മാറ്റും. ഇപ്പൊ EDTA ഒക്കെ അല്ലേ, EDTA കീലേറ്റ് ഫോം ചെയ്യുന്ന പഠിച്ചിട്ടില്ലേ? ഒരു ഹെക്സാ ഡെന്റേറ്റ് ലിഗാൻഡ് ആണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. EDTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് കെമിസ്ട്രിയിൽ പഠിക്കുന്നില്ല EDTA. എത്തിലീൻ ഡയമീൻ ടെട്രാ അസെറ്റിക് ആസിഡ്. അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു മെറ്റലുമായിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. അതങ്ങനെ കോംപ്ലക്സിന്റെ ഫോമിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മളെ ഫുഡില് Fe കണ്ടന്റ് ഉണ്ട്. Fe അവിടെ ഇരിക്കുമ്പോ അതിന് നമ്മളുടെ ഫുഡിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ അതിനെ ഓക്സിഡേഷന് സപ്പോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും Fe അവിടെ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിലേക്ക് കുറച്ച് EDTA ആഡ് ചെയ്ത് കൊടുക്കുക. EDTA അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സെക്വസ്ട്രന്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അതെന്ത് ചെയ്യും? അത് ഈ Fe പോയിട്ട് കോംപ്ലക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിന് വേറെ റിയാക്ഷനിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓക്സിഡേഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുന്നതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഈ മെറ്റലിനെ എൻകാപ്സുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നതിനാണ് സെക്വസ്ട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത, വിച്ച് സെന്റൻസ് ഈസ് കറക്റ്റ്? ഇപ്പോ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. GRAS stands for generally recognized as safe. Boric acid has been banned. High levels of MSG leads to Chinese restaurant syndrome. Rhodamin is a permitted food. സിയില് MSG എന്ന് പറഞ്ഞാൽ എന്താണ്? അജിനോമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അതിന്റെ ലെവല് കൂടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അതിനെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം ഉണ്ടാവും. അത് കറക്റ്റ് അല്ലേ സ്റ്റേറ്റ്മെന്റ്?
ഇനിയിപ്പോ ഇതിൽ നമുക്ക് അറിയാത്ത GRAS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറലി റെക്കഗ്നൈസ്ഡ് സേഫ്സ് എന്നാണ്. ഇപ്പൊ നമ്മളുടെ പ്രിസർവേറ്റീവ് ആയാലും ഫുഡ് കളർ ആയാലും ആന്റി ഓക്സിഡന്റ് ആയാലും ഒക്കെ GRAS ഗ്രാസ് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആണ് എന്നുള്ളതാണ് അതിന്റെ മെയിൻ. പിന്നെ ബോറിക് ആസിഡ് നമ്മളുടെ ഫുഡ് പ്രൊഡക്റ്റിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് MSG, അതായത് നമ്മൾ അജിനോമോട്ടോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് MSGയുടെ ലെവല് കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് അജിനോമോട്ടോ ഉള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, അതുപോലെ വയറുവേദന, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഡിസിനസ് എല്ലാം ഉണ്ടായിരിക്കും, തളർച്ച വരും, മയക്കം വരും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം എന്ന് പറയും. ഓക്കെ, MSG കൂടുതലായിട്ട് അത് അഡിക്റ്റീവ് ആണെന്ന് അറിയാലോ, അഡിക്ഷൻ ഉണ്ടാക്കും. MSG അഡിക്ഷനും കൂടി ഉണ്ടാക്കുന്ന ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. റോഡമിൻ എന്ന് പറഞ്ഞാൽ ഫുഡ് എന്താണ്, പെർമിറ്റഡ് അല്ല, ഫുഡ് കളർ നോൺ പെർമിറ്റഡ് ആണ്. ബാക്കി മൂന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഇതിലെ വേറൊരു കാര്യം കൂടി, GRASന്റെ കാര്യം. GRAS എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ വരുന്നത് 1958 കേട്ടോ, ഒന്ന് ഓർത്ത്. അടുത്തത്, ഫുഡ് അഡിറ്റീവ്സ് വൈഡ്ലി യൂസ്ഡ് ഫോർ മെനി ഇയേഴ്സ് വിത്തൗട്ട് അപ്പാരന്റ് ഇൽ ആന്റി ഓക്സിഡന്റ്. അത് ഈ എഫക്റ്റ് ഒന്നും ഇല്ലാതെ ലിസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏതിലാണ് നമ്മൾ പെടുത്തുന്നത് എന്നുള്ളതാണ്. GRAS തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്. GRASലാണ് നമ്മൾ, ഗ്രാസിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി വേറെ ഒരു ടേമും കൂടി ഇതിലൂടെ പറയട്ടെ. FDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD&C ടേം കേട്ടിട്ടുണ്ടോ? FD&C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ ഫുഡ്, D എന്ന് പറഞ്ഞാൽ ഡ്രഗ്, C എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്മെറ്റിക്സ്. അപ്പൊ FD&C സേഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിലും ഡ്രഗിലും കോസ്മെറ്റിക്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള അത് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതുപോലെ FCF എന്തായിരുന്നു? നമ്മൾ ആ കളറിന്റെ കേസിൽ ഫാസ്റ്റ് ഗ്രീൻ FCF, ബ്രില്യന്റ് ബ്ലൂ FCF എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? FCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ കളറിങ് ഫുഡ് എന്നാണ്. അതായത് ഫുഡ് കളർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ടേം ഒന്ന് ഓർത്തിരിക്കുക, FDCയും FCFും. ഈ രണ്ടും ഒന്ന് എന്താണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ നമ്മളെ അനലിറ്റിക്കലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, general requirements for a good metallochromic indicator are following except. താഴെ പറയുന്നതില് മെറ്റാലോക്രോമിക് ഇൻഡിക്കേറ്ററിന് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. മെറ്റാലോക്രോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റൽസുമായിട്ട് കോംപ്ലക്സ് ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ച് വരുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റാലോക്രോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഓക്കെ, ഏതാ നോക്കിട്ട് പറയും? ഡി ആണ്. ഇത് കോംപ്ലക്സ് വന്നിട്ട് അതായത് EDTA ഒരു സിങ്കോ മഗ്നീഷ്യോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉള്ളൊരു ടൈട്രേഷൻ വെച്ചിട്ട് ആലോചിച്ചാൽ കിട്ടും. അതൊന്നും പറയണില്ലല്ലോ, ഏതാണ്? ഡി. നമുക്ക് നോക്കാം. ഈ കോംപ്ലക്സ് വന്നിട്ട് ടൈട്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കോണിക്കൽ ഫാസ്റ്റ് ഇവിടെ ഉണ്ട്, ബ്യൂററ്റ് ഇവിടെ ഉണ്ട്. ബ്യൂററ്റിലാണ് ആരെടുക്കുന്നത്? EDTA എടുക്കുന്നത്. ഇതിലാരൊക്കെ ഉണ്ടാവും? കോണിക്കൽ ഫാസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവും? അപ്പൊ സിങ്ക് ആണെന്ന് വിചാരിച്ചു, അനലൈറ്റ് സൊല്യൂഷൻ സിങ്ക് ആണെന്ന് വിചാരിച്ചു. സിങ്ക് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ നമ്മളുടെ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? ഇൻഡിക്കേറ്ററും സിങ്കും കൂടി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. നമുക്ക് ZnIn എന്ന് എഴുതാം. കോംപ്ലക്സ് ഫോം ചെയ്യും. അത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും. ഇനി അതിലേക്കാണ് നമ്മൾ EDTA ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? EDTA കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഹീലേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? അത് സിങ്ക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന കോംപ്ലക്സ് അവിടെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആര് ഫോം ചെയ്യും? ഇവിടെ EDTA സിങ്ക് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ ആ മെറ്റലിൽ നിന്ന് ഫ്രീ ആയി തുടങ്ങും. അങ്ങനെ അവസാനത്തെ സെഗ്മെന്റിനെയും EDTA അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് EDTA ആയിട്ട് കോംപ്ലക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ
ഫ്രീ ഇൻഡിക്കേറ്റർ ഫോം ചെയ്യുമ്പോഴാണ് അവിടെ കളർ ചേഞ്ച് വരുന്നത്. ഇപ്പൊ നമ്മൾ വൈൻ റെഡ് ടു ബ്ലൂ എന്നൊക്കെ പറയാറില്ലേ? ഒരു വൈൻ റെഡ് എന്ന് പറയുന്നത് ഏതാണ്? അത് സിങ്ക് ഇൻഡിക്കേറ്റർ കോംപ്ലക്സിന്റെ കളറാണ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളറാണ്. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? ഈ മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ എന്തായാലും 2 കളറുകൾ വേണം. ഒന്ന് അതിന്റെ ഫ്രീ സ്റ്റേറ്റിലുള്ള കളർ വേണം, രണ്ടാമത്തത് അത് മെറ്റലുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴുള്ള കളറ് വേണം. ഇനി ഈ ഇതില് പിന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്റ്റെബിലിറ്റി ആണ്. ഇപ്പൊ സിങ്ക് ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണെന്ന് വിചാരിക്കുക. ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് EDTA വന്നു കഴിഞ്ഞാൽ EDTA പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ EDTA ZN എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ZN ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് വീക്ക് ആയിരിക്കണം, ലെസ് സ്റ്റേബിൾ ആയിരിക്കണം. എന്തിനേക്കാളും EDTA മെറ്റൽ കോംപ്ലക്സിനേക്കാളും ലെസ് സ്റ്റേബിൾ ആയിരിക്കണം മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ്. ഇനി പറ 4 ഓപ്ഷനിൽ ഏതായിരിക്കും? സി പറഞ്ഞിരിക്കുന്നത് മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഷുഡ് ഹാവ് സഫിഷ്യന്റ് സ്റ്റെബിലിറ്റി. അത് രണ്ടിലും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടുകളയാ. ബാക്കി നോക്ക്. ഷുഡ് ബി ലെസ് സ്റ്റേബിൾ ദാൻ മെറ്റൽ EDTA കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഇനി ഡി ആണെങ്കിലോ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് എന്തായിരിക്കണം? ഷുഡ് ബി മോർ സ്റ്റേബിൾ ദാൻ മെറ്റൽ EDTA കോംപ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ആൻസർ ഡി വരുന്നത്. ഇതാണ് വരുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഡി ആണ്. ഡി എന്നല്ലേ? ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഷുഡ് ബി മോർ സ്റ്റേബിൾ ദാൻ. ഓക്കെ, ആൻസർ ഡി ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.